മുല്ല നസറുദ്ദീൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു ആമിന. ആമിന എന്നും മുല്ലയോട് പറയും, അള്ളാഹുവിനോട് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒന്ന് വാങ്ങിത്തരൂ, ഈ ദാരിദ്ര്യം കൊണ്ട് ഞാൻ മടുത്തു എന്ന്. ഭാര്യയെ പറ്റിക്കുവാനായിട്ട് മുല്ല വെളിയിലിറങ്ങുന്നിട്ട് അള്ളാഹുവിനോട് വിളിച്ച് അഭ്യർത്ഥിച്ചു, എനിക്കൊരു 100 സ്വർണ്ണ നാണയം തരണേ എന്ന് പ്രാർത്ഥിച്ചു. തൊട്ട അയൽവക്കത്തൊരു പിശുക്കൻ അയാളുണ്ടായിരുന്നു. മുല്ലയെ പറ്റിക്കുവാനായിട്ട് അയാൾ ഒരു 100 സ്വർണ്ണ നാണയം കിഴി കെട്ടി മുല്ലയുടെ വീടിന് മുന്നിലേക്ക് ഇട്ട് കൊടുത്തു. മുല്ല ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. മുല്ല ഓടി ചെന്നെടുത്തിട്ട് അള്ളാഹുവിന് നന്ദി പറഞ്ഞു. ഉടനെ തന്നെ അയൽപക്കംകാരൻ വന്ന് പറഞ്ഞു, ഇപ്പോൾ ഇട്ട കിഴിങ്ങി എന്നേക്കത് ഞാൻ ഇട്ടതാണ്, നിന്നെ പറ്റിക്കാൻ ഇട്ടതാണെന്ന്. മുല്ലയുണ്ടോ വിടുന്നു? മുല്ല പറഞ്ഞു, നിൻ്റെ കളിയൊക്കെ കൈവച്ചാൽ മതി, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു എനിക്ക് നേരിട്ട് മേളിൽ നിന്ന് ഇട്ട് തന്നതാണ് ഈ പണക്കിഴി എന്ന് പറഞ്ഞു. പ്രശ്നമായി. ഇയാൾ പറഞ്ഞു കേസ് ചെയ്യാൻ കൊടുക്കും മുല്ലയ്ക്കെതിരെ, നേരെ കോടതിയിൽ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എവിടെ വേണേലും വരാൻ തയ്യാറാണ്, പക്ഷേ എനിക്കൊരു കോട്ടും വേണം, എനിക്ക് സ്വന്തമായി ഒരു കുതിരയില്ലാതെ ഞാൻ വരില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, തൽക്കാലം ഞാനത് എൻ്റെ കയ്യിലുള്ള ഞാൻ തരാം, നീ വരാൻ പറഞ്ഞു. അങ്ങനെ കോട്ട് ഷൂട്ടുമൊക്കെ ഇട്ട് മെല്ലെ മുല്ല കുതിരപ്പുറത്ത് കയറി ന്യായാധിപന് മുന്നിലെത്തി പ്രശ്നം അവതരിപ്പിച്ചപ്പോൾ ന്യായാധിപൻ എല്ലാം ചോദിച്ചറിഞ്ഞതിന് ശേഷം മുല്ല വിളിച്ചു, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ മുല്ല എന്ന് ചോദിച്ചു. മുല്ല പറഞ്ഞു, ഇയാൾക്ക് ഭ്രാന്താണ് എന്ന് പറഞ്ഞു അയൽപക്കംകാരനെ. അപ്പോൾ ചോദിച്ചു, തെളിയിക്കാൻ എന്തെങ്കിലും പറഞ്ഞു? പിന്നെ തീർച്ചയായിട്ടും എൻ്റെ സ്വത്തുക്കളെല്ലാം അയാളുടേതാണെന്ന് പറയുക എന്നുള്ളതാണ് അയാളുടെ രീതി. സംശയമുണ്ടെങ്കിൽ അങ്ങ് ചോദിച്ചു നോക്കൂ, ഈ കോട്ടും ഈ കുതിര ആരുടെയാണെന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചാൽ ഈ കോട്ടും കുതിര അതെൻ്റെ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതുപോലെ തന്നെയല്ലേ അയാൾ 100 സ്വർണ്ണ നാണയം അയാളുടേതാണെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു. അങ്ങനെ ന്യായാധിപൻ മുല്ലയ്ക്ക് കൂടെ നിന്ന് മുല്ലയ്ക്ക് അനുകൂലമായി കേസ് വിധിച്ചു എന്നാണ് കഥ. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വരാനിരിക്കുന്ന വിപത്ത്, നമ്മളൊരു കള്ളം പറയുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ പറ്റിക്കാൻ കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ തന്നെ അത് നാളെ വലിയൊരു വിധിയായി മെല്ലെ ഉച്ചയിലേക്ക് സ്വയം വരും എന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. ഇതുപോലെ Have a nice day. Thank you.